ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല രണ്ട് ഡിഷാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇന്നത്തെ ലഞ്ചിനുള്ള ഡിഷാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഒന്ന് നമ്മളുടെ ഫിഷ് ഫ്രൈ, സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്. ഇത് കിളിമീനാണ് കേട്ടോ. നമ്മൾ മലബാറിലേക്ക് പറയും പുതിയാപ്പിളക്കോര എന്ന് പറയും. അപ്പോൾ അതാണ് ഞാൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. 2 വലിയ പുതിയാപ്പിളക്കോര കിളിമീനാണ് കേട്ടോ. അത് നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ നമ്മുടെ ഇതില്ലേ കാശ്മീരി ചില്ലി പൗഡറും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്തുണ്ടാക്കണം. ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഒരു സൈഡ് ഡിഷ്, ചിക്കൻ്റെ പകരം ഫിഷ് ആണെങ്കിൽ ഇതുപോലെ ഒന്ന് പൊരിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു പുളിയുടെ ഒരു ഫ്ലേവർ വരാനായിട്ട്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പുളിയുടെ വരാൻ ഞാൻ ചെറുനാരങ്ങ നീരാണ് പിഴിഞ്ഞ് കൊടുക്കുന്നത്. ചെറുനാരങ്ങ നീര് അലർജി ഉള്ള ആൾക്കാർ നമ്മൾ വിനീഗറില്ലേ അത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് വിനീഗറും ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. അറിയാത്തവർക്ക് വേണ്ടി പറയണതാണ്. ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ഒഴിച്ച് കൊടുത്താൽ മതി വിനീഗർ കേട്ടോ. പിന്നെ നന്നായിട്ട് ഇതുപോലെ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കണം. കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കണം. ആ പുളി അങ്ങോട്ട് ഇറങ്ങി വരണം. എന്നാലാണ് ആ മീനിൻ്റെ ആ ടേസ്റ്റും ആ ചെറുനാരങ്ങ നീരും എണ്ണയൊക്കെ ചെല്ലുന്നുണ്ട്. അതിൻ്റെ നല്ലൊരു കളറുമായിരിക്കും കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തുകൊണ്ട്. ശരിക്കും കണ്ടാൽ ചിക്കൻ പൊരിച്ചത് മാത്രം അങ്ങനെയാണെന്ന് കേട്ടോ തോന്നുള്ളൂ. അപ്പോൾ അതെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ 10-15 മിനിറ്റ് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കുക കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് റവ. 1 ടേബിൾ സ്പൂൺ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ല, നിങ്ങളുടെ മീനിൻ്റെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ട് കഴിഞ്ഞ് ഭയങ്കര ക്രിസ്പി ആയി പോട്ടെ പൊരിച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് ഞാൻ ബാക്കി ഒരു ടേബിൾ സ്പൂണിൻ്റെ ബാക്കിയും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മാജിക് കാണാം. നമ്മളുടെ റവ ഉണ്ടല്ലോ, അതിലിരിക്കുന്ന ആ കുറച്ച് ഒരു ഗ്രേവി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് മുഴുവനും വലിച്ചെടുത്തിട്ട് മൊത്തം ഡ്രൈ ആക്കിയിട്ടോ. കണ്ടോ, ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഒരു പാൻ വെച്ച് കൊടുക്കാം മീൻ പൊരിക്കാനായിട്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്നും കുടിക്കില്ല, ഒക്കെ ഡ്രൈ ആയിട്ട് തന്നെ വരും കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും നമ്മൾ പറയില്ലേ ഒരുപാട് എണ്ണ കുടിച്ചെന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു പ്രശ്നം തന്നെയല്ല. അപ്പോൾ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് കണ്ടിട്ടിങ്ങനെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും, ഏത് മീനാണെങ്കിലും, ഇപ്പോൾ ചാളയാണെങ്കിലും എന്ത് മീനാണെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നല്ല ചൂടോട് കൂടി മീൻ പറക്കിയിടരുത്. അത് പെട്ടെന്ന് അതിൻ്റെ എണ്ണയൊക്കെ പൊട്ടി തെറിച്ച് മൊത്തം എല്ലാ സ്ഥലവും സ്പ്രെഡാവും. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം ഈ മീനിനെ പറക്കിയിടാനായിട്ട്. ഞാനൊരു 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ടു കേട്ടോ. നമ്മൾ ചെറിയ തീയിൽ വേണം, ഹൈ ഫ്ലെയിമിലിടരുത്. ഹൈ ഫ്ലെയിമിൻ്റെ താഴെ വേണം ഇടാനായിട്ട്. മൂടി വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളും വേവും മുരിഞ്ഞും കിട്ടും. എന്നിട്ട് ഞാനിത് മൊത്തം ഇങ്ങനെ മറിച്ചിടുന്നുണ്ട്. സാധാരണ നിങ്ങൾക്കറിയാലോ, ഇത് അറിയാത്ത ഒരുപാട് പിള്ളേർ, പല സ്ഥലത്തും പോയി പഠിക്കുന്ന പിള്ളേരും പഠിച്ചിട്ട് അങ്ങനെയുള്ള ഒരുപാട് കിച്ചണിലൊന്നും അറിയാൻ പാടില്ലാത്ത പിള്ളേരുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ക്ലിയറായിട്ട് പറയുന്നത്. അങ്ങനെ ഒത്തിരി പേരുണ്ട്, എനിക്കറിയാവുന്ന ഒത്തിരി പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ 2 സൈഡും ഞാൻ മുരിച്ച് എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. എല്ലാ പാത്രത്തിലുള്ള ഇത് ഞാൻ ഒരു സവാള മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് പോഷൻ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ക്രിസ്പി ആയിട്ട് ഇരിക്കേണ്ട അത് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഞാൻ അടുത്തത് താളിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ മലബാറിലൊരു ഡിഷാണ് കഞ്ഞിവെള്ളം താളിച്ചത്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചീരയില ഇട്ടിട്ടോ, മുരിങ്ങയില ഇട്ടിട്ടോ, മത്തൻ്റെ ഇല ഇട്ടിട്ടോ, എന്ത് ഇല ഇട്ടിട്ട് വേണമെങ്കിൽ, ഞാൻ എൻ്റെ തിരുവിതാംകൂറുള്ള എൻ്റെ നാട്ടിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി പറയണം കേട്ടോ, മലബാറുകാരോടല്ല കേട്ടോ പറയുന്നത്.
അപ്പോൾ ഇതാ ഇതുപോലത്തെ ചീരകളിൽ ഇതുപോലെ ഒരു കോഴിപ്പൂ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇലയല്ലേ, ആ പൂ പോലത്തെ ഇലയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ കൊച്ചുള്ളി, ഞാനൊരു 5-8 കൊച്ചുള്ളി, പിന്നെ പച്ചമുളക്, ചുവന്ന മുളകാട്ടോ, ഞാൻ ചുവന്ന പച്ചമുളകില്ലേ അതാണ് കേട്ടോ ഞാനിതിലിട്ട് കൊടുത്തിട്ടുള്ളത്. അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഉള്ളിയിട്ട് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു മുട്ടയൊക്കെ പൊരിക്കും പോലുള്ള നല്ലൊരു, മൂത്ത് പോകാനും പാടില്ല, അന്ന് പച്ചമണം പോവും വേണം, അങ്ങനത്തെ രീതിയിൽ കേട്ടോ. നമ്മൾ മുട്ടയ്ക്കൊക്കെ വഴറ്റുന്ന ആ ഒരു മെത്തേഡാണ് വരേണ്ടത്. അങ്ങനത്തെ ഒരു ഇതിലാണ് വരണം. അല്ല മുരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളം തിളച്ചതിൻ്റെ ടേസ്റ്റ് മാറും, അതാണ്. അപ്പോൾ ഇതാ ഇതിൽ കിടന്ന് ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് വാടി വന്നുണ്ട് കേട്ടോ. വാടി വന്നിട്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് വരും. എന്തിനാ, നമ്മുടെ ഉള്ളിക്കും പച്ചമുളകിനും. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാം അതിൽ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഈ ചീരെല്ലാം വാട്ടിയെടുക്കരുത്, ഒരുപാട് വാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു മിനിറ്റോളം ഒന്ന് വാട്ടി അതുപോലെ ഒന്ന് ഇളക്കി ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാർത്ത കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് വെള്ളം പോലുള്ളതല്ല, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അടിയിൽ കിടക്കുന്ന ആ കഞ്ഞിവെള്ളം നമ്മൾ കുടിക്കില്ല, കഞ്ഞിവെള്ളം കുടിക്കില്ല, കുറച്ച് ഈ രീതിയിലുള്ള കഞ്ഞിവെള്ളമാണ്. ഞാനിതിപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഒത്തിരി കൊടുത്തതായി കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. ഇത് ഒരു ഇതിൽ വേണം കഞ്ഞിവെള്ളം ഇരിക്കാൻ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ. ഇനി ഒരുപാട് കൊടുത്ത കഞ്ഞിവെള്ളം ഒന്ന് വാരി ഒഴിച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ 1 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുക്കുക. ഇനി കൊടുത്ത കഞ്ഞിവെള്ളമാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതാ ഈ ഒരു പരുവത്തിൽ അടിപൊളിയാട്ടോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനൊക്കെ പണ്ട് മുതൽ ഉണ്ടാക്കി കഴിയും. പക്ഷേ എൻ്റെ ഉമ്മാക്കൊന്നും ഇത് ഉണ്ടാക്കാൻ അറിയില്ല ഉള്ള കാര്യം പറഞ്ഞാൽ. അവർക്കൊന്നും അത്ര പരിചയമില്ല കേട്ടോ. ഞാനൊക്കെ ഇത് എങ്ങനെയൊക്കെയോ പഠിച്ചതാണ് അവിടെ വെച്ച്, മലബാറിൽ വെച്ചിട്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ തിരുവിതാംകൂറുകാർ ഇത് മത്തൻ്റെ ഇല, ചീരയില, മുരിങ്ങയില, നമുക്ക് പല ചീരയിലയും കിട്ടില്ലേ, ഏത് ചീരയിലാണെങ്കിലും ഒരു കുഴപ്പമില്ല. അത് ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ താളിച്ചെടുത്ത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ചീര ഒലത്തി കഴിക്കേണ്ട. ഒന്ന് ഒലത്തുകയെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങമുളകൊക്കെ ഒതുക്കിയെടുക്കില്ലേ, അതിനൊന്നും ചിലവില്ല. ഇതൊന്ന് ചോറിൽ ഊറ്റി കഴിക്കണം. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഫേവറേറ്റാണ് കേട്ടോ. ഇവിടെ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കൊച്ചുമക്കൾക്കും വന്ന മക്കൾക്കും ഇവിടെ ഇക്കാക്കും ഒക്കെ ഈ സംഭവം അടിപൊളി കേട്ടോ. ഇത് തിളച്ച് കഴിഞ്ഞ് ഞാൻ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതാ ചോറ്, ഒരുപാട് നാൾ കൂടിയാണ് ചോറ് തിന്നണത്. അപ്പോൾ നമുക്ക് ചീരല വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇന്ന് താളിക്കാമെന്ന് പറഞ്ഞുണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങൾ ഒത്തിരി നാൾ കൂടിയാണ് ചോറ് കഴിക്കുന്നത്. ഈ മീൻ പൊരിച്ചതും കണ്ടില്ല, സവാളയിൽ അതിൻ്റെ നിങ്ങൾ പൊരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം റവയുടെ ആ ക്രിസ്പിനെസ് അതതിൽ വയ്ക്കും. അത് മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതും കൂട്ടിയാണ് ഞങ്ങളെ ഒരുപാട് നാൾ കൂടിയുള്ള ഒരു ലഞ്ച്. അപ്പോൾ നിങ്ങളെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി കാണുന്നവരെ മാസ്സലാമ.